Happy birthday to you. രാത്രി നീ ബൈക്കാണോ വെച്ചത്? ഈ നമ്മുടെ ഷെഡിനകത്താണ് വണ്ടി നടക്കുന്ന ഷെഡിനല്ലേ വെച്ചത്? വണ്ടി ചാവി വെച്ചേ അകത്ത് വെച്ചായിരുന്നു. വീഡിയോ റെക്കോർഡിംഗ് തുണി ഇട്ടിട്ട് റെക്കോർഡ് ചെയ്യണം. ഞാൻ ഇട്ടേക്കുവാ. ഇതൊക്കെ യൂട്യൂബിൽ വരും. 2.5 കാണാൻ പുറത്ത് പോയിട്ടുണ്ട്. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ 6-7 വട്ടം പറഞ്ഞു. നിങ്ങൾ കേൾക്കാത്തോണ്ട് പിന്നെയും പറയാം. നിങ്ങൾ എവിടെ പോയോ അതൊന്നും ഇവിടുത്തെ വിഷയമല്ല. ആരെ പോയോ എസ് ഓർ നോ പറഞ്ഞാൽ മതി. പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ. സുരേഷിനോട് ചോദിച്ചോ? സുരേഷിനെ വിളിച്ചോ? ചോദിച്ചോ? എന്താണെങ്കിലും ഒരു കാര്യം പറയാം. വണ്ടി എവിടുന്ന് പോയിട്ടില്ലെങ്കിൽ ഞാൻ കള്ളുകൂടിയെ സമ്മതിച്ചു പോലെ. ഇപ്പൊ അവര് ആ നമ്മുടെ PJ അടുത്തുള്ള വീട്ടിലേക്ക് ക്യാമറ കാണാൻ പോയേക്കുക. സൂര്യ, മിത്രൻ, അഭിഷേക്. പിന്നെ ഇവിടെ ഒരു ഇരിക്കുന്നുണ്ട്, ഫുഡ് കഴിച്ചോണ്ടിരിക്കുക. അവൻ പറടാ, നിനക്ക് എന്താ പറയാനുള്ള? കിട്ടിയ നീ കള്ളണമാവും. പറ ബ്രോ. കിട്ടിയില്ലെങ്കിൽ ആസ് രക്ഷപ്പെടും. നമ്മളെല്ലാം വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക ഇവിടെ. രാവിലെ തൊട്ട് ഫുൾ ടെൻഷനാ കാത്തിരിക്കണ്. എന്തോ അറിയില്ല. ആസ് കള്ളത്തനം പറയത്തില്ല. അതാ ഇല്ല, അങ്ങനെയാണെന്ന് പറയുന്നത്. പോയെന്ന് പറയും. സമ്മതിച്ചു. അവൻ ഇത്ര കോൺഫിഡൻസ് ആയിട്ടാ പറയുന്നത്. പോയില്ലായിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, കാശിയുടെ അന്ന് കാർത്തികിന്റെ ബെഡിൽ ആ സംഭവം അന്ന് വേറെ ആരും അങ്ങനെ അതറിയത്തില്ലേ? അന്ന് ആരും ഇല്ലായിരുന്നു PG-യിൽ. നമ്മളെല്ലാരും പുറത്തു പോയേക്കായിരുന്നു. അങ്ങനെ ക്ലാസ്സിലുണ്ടായിരുന്നു. അപ്പൊ ഞാനും കാർത്തിക്കും പിന്നെ മിത്രനാണോ മിത്രന് കാശി ഉണ്ടായിരുന്നു തോന്നുന്നു. അന്ന് നമ്മൾ വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇവന്റെ ഈ താക്കോൽ എടുക്കാൻ വന്ന് ഹെൽമെറ്റ് എന്തോ എടുക്കാൻ നോക്കിയപ്പോഴത്തേക്ക് അവിടെ ബെഡിനകത്ത് മറ്റേ മീൻകറി ഇട്ട് വെച്ചേക്കുന്നു. അതോ? അതെനിക്കറിയാം. അതിന്റെ പോലെ ബെഡ്ഷീറ്റ് ഇട്ടവനെ തന്നെ. സമയത്ത് പറഞ്ഞിട്ടില്ല. അവനോട് ചോദിച്ചോ? ഇങ്ങനത്തെ കാര്യമൊക്കെ ചെയ്യും അവൻ. എന്ന് വെച്ചാ എനിക്കറിയില്ല. എന്തായി കിട്ടി? ആരാ ശരിക്കും കിട്ടിയിട്ടില്ല, പക്ഷെ കിട്ടി. എന്ത് കിട്ടി? അകത്ത് വന്നിട്ട് പറയാം. ക്ലിയർ അല്ല. ഒന്നുകൂടെ പോയി ചെക്ക് ചെയ്തോ. പക്ഷെ ഞങ്ങൾ ഇത്രയും സമയം നമ്മൾ ലിമിറ്റ് ബൈ ലിമിറ്റ് ആണ് ഞങ്ങൾ ചെക്ക് ചെയ്തു. അപ്പൊ ഇവന്റെ വണ്ടി പോയതേ ഇല്ല. വണ്ടി പോയത് കിട്ടി. പക്ഷേ വണ്ടി കിട്ടിയതിന് മുന്നേ അല്ലേ 4 മണി വരെ നോക്കി. അപ്പൊ ഇവന്റെ വണ്ടി പോയിട്ടില്ല. ഇവിടെ വണ്ടി ഇവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു. നമ്മൾ ഇത്രയും സമയം നോക്കി. കള്ളൻ ചിലപ്പോ മിസ്സായി അതിന് മുന്നേ വേറെ ഒരു വണ്ടി പുളിശ്ശേരി അവിടെ താഴെ കിടക്കുന്നുണ്ട്.
ഇതൊക്കെ ചെയ്താൽ മതി. ഇതൊക്കെ ചെയ്താൽ മതി. ഒരു ദിവസത്തിന് 10 രൂപ തരാം. ഹലോ ഗൈസ്, അഭിജിത്തിന് പനിയാവുന്ന ഇവിടെ കിടക്കുക. രണ്ടുപേരെ ഫോൺ സംസാരിച്ചിരിക്കുക. ഇത്ര ഹോസ്പിറ്റൽ റിവ്യൂ എങ്ങനെയുണ്ട്? എത്ര സ്റ്റാർ കൊടുക്കും? We are trying to remove the engine from the old go-kart to place it in the new go-kart chassis right now. And in this process we have Kavin who's helping us. Time is about 9:30 and currently we are in college. And yeah, we are building a go-kart for the competition. In 13 days we are in inspection. Today is day 1. You'll be seeing more of are we building our kart. ഇനി 13 ദിവസത്തിൽ കാട്ട് റെഡിയായി ഓടുമോ അറിയില്ല ബ്രോ. വണ്ടി ഇറക്കും, പക്ഷെ എന്തായാലും സത്താലും ഇറക്കും. നാളെ നോക്കാം. നാളെ കുറേ പണിയുണ്ട്, നാളെ നോക്കാം. ഹലോ ഗായ്സ്, നമ്മൾ ആനടി വന്നേക്കുവാണ്. തുഷാർ ഡേഞ്ചർ ആണെന്ന് പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ഭയങ്കര അടിയിലെ പോലെ അപ്പൊ പൊക്കാൻ സമയം എടുക്കുക. എത്ര ഷട്ട ഉപയോഗിച്ച് പിടിക്കാൻ പോവാ നമ്മള്. ഇന്ന് മീൻ പിടിച്ചിട്ടേ പോകത്തുള്ളൂ. ആശ മാറിക്കടാ. എല്ലാത്തിനും എന്നെ ഇഷ്ടമാടാ. ചെറിയ സാധനം കണ്ട് വന്നേടാ. ഫാമിലി മെമ്പറെ ക്യാപ്റ്റിവേറ്റ് വെച്ചിരിക്കുന്നുണ്ടോ? താഴെ വെച്ചേരാ. അപ്പൊ അല്ല പൊക്കം പാടായിരിക്കും നിങ്ങക്ക്. എല്ലാം അയാൾക്ക് ഉണ്ണക്കി കൊടുത്തിട്ട് ഇത്തിരിട്ടോ. ഒരു വലിയ പീസ് ഇട്ടേ ഇതിന് പൊക്കത്താട്ടായിട്ട്. കുറച്ചെല്ലാം വരട്ടെ. നിങ്ങൾക്ക് പ്രോബബിലിറ്റി ഹൈ ആക്കണം. കുറച്ച് പയ്യെ പൊക്കിക്കോ. നിങ്ങൾ പയ്യെ പൊക്കിക്കോ. പതിയെ. അല്ല, അവർ കാണുന്നുണ്ടടാ നിങ്ങളുടെ ഫുഡ് ഉണ്ടെന്ന്. അയ്യോ, എടുത്തോണ്ട് പോകണോ മോനെ? കേറി ഇരിക്കണം. ഇങ്ങോട്ട് സുത്ത നീ അങ്ങോ സൈഡിലായിട്ട് വന്നങ്ങ എടുത്തോണ്ട് പോവാ. ഇങ്ങോട്ട് പോവാ. നമുക്ക് ഇവിടെ നിൽക്കാം. ഇവിടെ സൈഡ് നേരം പോരാ. ഇങ്ങോട്ട് പച്ച മക്കൾക്ക് എന്താ വെള്ളം നനഞ്ഞതൊന്നും തിന്നാൻ പറ്റൂലേ. ഇത്തിരി പൊക്കി പിടിക്കണം പെട്ടെന്ന്. നമുക്ക് സൈഡിന് ഇങ്ങനെ എൻ്റെ തോർത്തങ്ങ് എടുത്താലേ നീളമുണ്ട്. തോർത്തങ്ങ എടുക്കണം. എല്ലാത്തിനും ഓപ്പറേഷൻ ഇങ്ങനെ പിടിക്കണം. സെൻറ്റർ മാത്രം ഉള്ളിലേക്ക് കയറണം. ബാക്കി നമ്മുടെ കയ്യിൽ ഇവിടെ ഏകദേശം ഇങ്ങനെ കൺട്രോളിലായിരിക്കണം. ബാക്കി കൈ ഓ ചാട. ഓ പഫ്കോൺ, കേക്ക്. ഓ കാണിച്ച നീമോ.
എടാ ഇനി അവൻ്റെ അനിയനും പിടിച്ചാലോ, അവൻ്റെ ഫാമിലി അവൻ്റെ ഇതാവട്ടെ, കൂട്ടാവട്ടെ. എടാ എടാ അവിടെ ഫുള്ള് ഞാൻ ഫുഡ് ഇട്ട് കൊടുത്ത, അതുകൊണ്ടാ ഞാൻ പഫ്കോണൊക്കെ ഇട്ട അവിടെ. കല്ലിന്റെ ഇടയ്ക്ക് കയറും, ഇറങ്ങി വരുമ്പോ പിടിച്ചാൽ വെള്ളം കൊടുക്കണം. ഇവൻ ചാടാൻ നോക്കണേ. ഞാൻ കൈ പിടിക്കുവാ, പിടിച്ചോ. ചാട്ടം പിടിച്ചോ. മീൻ കാണിച്ച തുഷാരെ കാണിച്ച അങ്ങനല്ല, ഓപ്പൺ അകത്ത് കാണിച്ച ചാടുവോ? എടാ ഇനി ഒരെണ്ണം പിടിച്ച 3 ആവട്ടെ. ലെറ്റ്സ് ഗോ ബ്രോ. ചെറുപ്പത്തില് പിടിച്ചതാ മീനൊക്കെ. ഓ അല്ല ഇവിടെ 2 ആളാണോ കാണിച്ച അതിലൊരെണ്ണത്തിന് വിട്ടാലോ? ഇവന്മാർ പിടിക്കുന്നുണ്ട്. പിടിച്ചോ എന്നാ പിടിച്ചിട്ട് പോയി. ഇപ്പൊ വലുതിര് 5 എടാ ഫുഡ് തീർന്നു. പക്ഷെ ഈ മീൻ പിടിക്കടാ, ഇതാണോ? അയ്യോ ദൂരെ പിടിക്കാതെ ഓണത്തിന് മറ്റേ ബാനർ രീതിയിലൊക്കെ ഉണ്ട്. എന്താ അവളുടെ ഓണത്തിന്റെ ബാനർ ഓപ്പൺ ചെയ്യുമ്പോ ആസും അവളും കണ്ടന്റ് ആയിട്ട് ഇടല്ലേ ബ്രോ. അയ്യോ റിവീലിംഗ് സോൺ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ ഹാർട്ട് അടുക്ക് റിവീലിംഗ് സോൺ.